وما لكم لا تقاتلون في سبيل الله والمستضعفين من الرجال والنساء والولدان الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا وما لكم നിങ്ങൾക്ക് എന്ത് പറ്റി لا تقاتلون في سبيل الله നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് പറ്റി والمستضعفين ബലഹീനരുടെയും മർദ്ദിതരുടെയും മോചനത്തിനും പോരാടാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് പറ്റി من الرجال والنساء والولدان പുരുഷന്മാരിലും സ്ത്രീകളിലും കുഞ്ഞുങ്ങളിലും പെട്ട മർദ്ദിതരുടെ മോചനത്തിനും പോരാടാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത് الذين يقولون ربنا أخرجنا من هذه القرية അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ അഖ്രിജ്ന ഞങ്ങളെ നീ രക്ഷിക്കണേ മിൻ ഹാദിഹിൽ ഖറിയ ഈ നാട്ടിൽ നിന്നും രക്ഷിക്കണേ അല്ലാലിമി അഹ്ലുഹാ ഇതിൻ്റെ ആളുകൾ അക്രമികളാകുന്നു അങ്ങനെയുള്ള നാട്ടിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ വജ്അൽ ലനാ മിൻ ലദുൻക വലിയാ ഞങ്ങൾക്ക് നിന്റെ ഭാഗത്ത് നിന്നും ഒരു രക്ഷാധികാരിയെ നൽകണേ വജ്അൽ ലനാ മിൻ ലദുൻക നസീറാ ഞങ്ങൾക്ക് നിന്റെ ഭാഗത്ത് നിന്നും ഒരു സഹായിയെയും നൽകണേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുന്നു ദീനിന്റെ മാർഗത്തിലുള്ള പോരാട്ട പരിശ്രമങ്ങൾ രണ്ടാണ്. ഒന്ന്, പടച്ചവന്റെ വചനം ഉയർത്തുന്നതിന്, സത്യത്തിൻ്റെ സന്ദേശം വളർത്തുന്നതിന് ത്യാഗം ചെയ്യുക. وما لكم لا تقاتلون في سبيل الله. രണ്ട്, والمستضعفين من الرجال والنساء والولدان الذين يقولون മർദ്ദിതരുടെ മോചനത്തിന് വേണ്ടിയും പോരാട്ട പരിശ്രമങ്ങൾ നടത്തുക. ലോകത്തെവിടെയെങ്കിലും ആളുകൾ മർദ്ദിക്കപ്പെടുന്നു, അവരുടെ മോചനത്തിന് വേണ്ടി പോരാടലും സത്യത്തിൻ്റെ സരണിയിലുള്ള പ്രധാനപ്പെട്ട പോരാട്ടമാണ്. അതേ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മാത്രം കാര്യം നോക്കിക്കൊണ്ട് ഒതുങ്ങിക്കഴിയാൻ അനുവാദമില്ല. പരിസരങ്ങളിൽ നോക്കണം. ആരെങ്കിലും അക്രമങ്ങൾ കാട്ടുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിക്കപ്പെടുന്നു, ദ്രോഹിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു, അവരെ അക്രമികളിൽ നിന്നും രക്ഷിക്കാനും പരിശ്രമിക്കണം. എന്നാൽ ഈ രണ്ട് പോരാട്ടങ്ങൾക്കും
ഒരു പ്രധാനപ്പെട്ട നിബന്ധന കൂടിയുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. പലപ്പോഴും ഇത് ആവർത്തിച്ച് പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വളരെ ശക്തമായും വ്യക്തമായും ഈ വിഷയത്തിലുള്ള ചർച്ച നടക്കുന്നത് കണ്ട് ഈ വിഷയം ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്. ജിഹാദ്, ദീനിൻ്റെ മാർഗത്തിലുള്ള പരിശ്രമം, സത്യത്തിൻ്റെ സരണിയിലുള്ള പോരാട്ടം, അതിന് 2 നിബന്ധനകൾ പാലിക്കുമ്പോഴാണ് അത് പോരാട്ടമായി മാറുന്നത്, ജിഹാദായി മാറുന്നത്. ഒന്ന്, അതിൻ്റെ ലക്ഷ്യം നന്നായിരിക്കണം. അതായത് ഈ 2 കാര്യങ്ങളായിരിക്കണം: പടച്ചവൻ്റെ വചനം ഉയരണം, അല്ലെങ്കിൽ മർദ്ദിക്കപ്പെടുന്നവർ മോചിപ്പിക്കപ്പെടണം. 2, അതിൻ്റെ മാർഗവും സൂക്ഷ്മമായിരിക്കണം. അതായത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാന്മാരായ സഹാബത്ത് ഈ 2 കാര്യങ്ങൾ മുമ്പിൽ വെച്ച് പോരാട്ടത്തിൻ്റെ നിയമങ്ങൾ പറഞ്ഞു തന്ന സൂക്ഷ്മാലുക്കളായ പണ്ഡിതന്മാർ ഇവരുടെ നിർദ്ദേശപ്രകാരം ഇവരുടെ ചര്യ പിൻപറ്റിക്കൊണ്ടായിരിക്കണം. ഈ 2 നിബന്ധനകൾ ഉണ്ടെങ്കിൽ അത് ഇസ്ലാമിക ജിഹാദാണ്. ഈ 2 നിബന്ധന ഇല്ലെങ്കിൽ എന്ത് കാണിച്ചാലും എത്ര പറഞ്ഞാലും അത് ഇസ്ലാമിക ജിഹാദല്ല, മറിച്ച് പലപ്പോഴും ഫസാദ്, നാശമുണ്ടാക്കലായിത്തീരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തത്? പ്രത്യേകിച്ചും ഈ 2ാമത്തെ വിഷയത്തിൽ മർദ്ദിതരുടെ മോചനത്തിന് പ്രവാചകൻ എന്ത് പ്രവർത്തിച്ചു? ഈ ആയത്ത് അവതരിക്കുന്നത് പ്രവാചകന്റെ മേലും സഹാബത്തിൻ്റെ മേലുമാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. അതായത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വളരെ കൂടിയപ്പോൾ പടച്ചവൻ്റെ അനുമതി പ്രകാരം മക്കയിൽ നിന്നും മുസ്ലിംകൾ മദീനയിലേക്ക് പലായനം ചെയ്തു. എന്നാൽ ചില പ്രായമുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇങ്ങനെ പലായനം ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു. മക്ക നിഷേധികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പലായനം ചെയ്തത് കണ്ട് അവരുടെ അക്രമങ്ങൾ നിർത്താതെ അക്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു അക്രമമാണ് ഈ സാധുക്കളെ അവർ പീഡിപ്പിക്കുമായിരുന്നു, അവരെ അവർ ദ്രോഹിക്കുമായിരുന്നു. ഇന്നും ആരുടെയെങ്കിലും പേരിൽ ധാരാളം ആളുകൾ ദ്രോഹിക്കപ്പെടുന്നുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പിതൃവ്യ പുത്രനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതിൽ ഞാനും എൻ്റെ ഉമ്മയും പെട്ടിരുന്നു. ഞങ്ങൾ മക്കയിൽ വെച്ച് ധാരാളം ദ്രോഹങ്ങൾ സഹിച്ചിരുന്നു. ഈ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ, നിങ്ങളുടെ സഹോദരങ്ങൾ മക്കയിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, അവരുടെ മോചനത്തിന് വേണ്ടിയും നിങ്ങൾ പോരാടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോരാടി. എങ്ങനെ പോരാടി? ഒന്ന്, അവരുടെ മോചനത്തിന് വേണ്ടി നിരന്തരം ആലോചിക്കുകയും അതിനുവേണ്ടി ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്താണ് വഴി? അതിനെപ്പറ്റി വലിയ ചിന്ത, ആഗ്രഹം. ഇതൊന്നാമത്തെ പോരാട്ടമാണ്. 2, അവർക്ക് വേണ്ടി നമസ്കാരത്തിൽ ദുആ ഇറക്കുമായിരുന്നു. അല്ലാഹുമ്മ അൻജിൽ അയ്യാശ് ബിൻ റബിയ, അല്ലാഹുവേ മക്കയിൽ കുടുങ്ങിയ സാധുക്കളായ ആളുകളെ നീ മോചിപ്പിച്ച് രക്ഷിക്കണമേ, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണിത്. പക്ഷെ നമ്മൾ മറന്നു പോകുന്നു. നമ്മുടെ നാട്ടിൽ ആളുകൾ ദ്രോഹിക്കപ്പെടുന്നു, വിദേശങ്ങളിൽ ദ്രോഹിക്കപ്പെടുന്നു, പ്രത്യേകിച്ചും ഫലസ്തീനിൽ മർദ്ദിക്കപ്പെടുന്നു. 3, ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് തങ്ങൾ ചെയ്യുമായിരുന്നു.
അങ്ങനെ തങ്ങൾ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതാനും വർഷങ്ങൾക്ക് ശേഷം അള്ളാഹുവിൻ്റെ സ്വപ്നപ്രകാരം മക്ക മുക്കറമയിലേക്ക് ഉംറയ്ക്ക് യാത്രയായി. ഈ ഉംറ യാത്രയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഇവരെ കണ്ട് ഇവർക്ക് സമാശ്വാസ വാക്കുകൾ പറയലും ഇവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യലുമായിരുന്നു. പക്ഷേ ശത്രുക്കൾ വഴിയിൽ വെച്ച് മക്കയുടെ അതിർത്തിയിൽ വെച്ച് തടഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിയിൽ ഏർപ്പെട്ടു. എന്നിട്ട് മടങ്ങി വന്നു വീണ്ടും പരിശ്രമം തുടർന്നു, ചിന്ത തുടർന്നു, പ്രാർത്ഥന തുടർന്നു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ശത്രുക്കൾ അവർ തന്നെ സന്ധി ലംഘിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക മുക്കറമയിലേക്ക് പോകുകയും മക്ക കീഴടങ്ങുകയും ഇവരുടെ പ്രാർത്ഥന പ്രകാരം ഇവരിൽ ഒരു കൂട്ടം ആളുകളെ മദീനയിലേക്ക് കൊണ്ടുവരികയും എന്നിട്ട് മക്കയിൽ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞവരെ അവിടെ തന്നെ നിർത്തി ഇബ്നു ഉസൈദ് റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെയുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കുകയും അദ്ദേഹം അവിടെ നടന്നിരുന്ന മർദ്ദന പീഡനങ്ങൾ അവസാനിപ്പിക്കുകയും ഇവരുടെ നാശനഷ്ടങ്ങൾ നികത്തി കൊടുക്കുകയും ചെയ്തു. ഇതാണ് പ്രവാചക മാർഗം. ഈ വിഷയം ഇത്ര ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട പല വീക്ഷണങ്ങളുണ്ട്. ഒന്ന്, ഒരു കൂട്ടം ആളുകൾ പ്രത്യേകിച്ചും അമുസ്ലിം സഹോദരങ്ങളിൽ ഇസ്ലാമിനോട് ശത്രുതയുള്ള ആളുകൾ പൊതുവിലും അതുപോലെ തന്നെ ശത്രുതയില്ലാത്തവർ ധാരാളം ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇസ്ലാം ജിഹാദിന് വേണ്ടി പറയുന്നു. ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബ് പൊട്ടിക്കലാണ്, കണ്ണിൽ കാണുന്നവരെയെല്ലാം കൊല്ലലാണ്, നിരപരാധികളെ ദ്രോഹിക്കലാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറേ പൊടിപ്പും തൊങ്ങലും ചേർത്ത് ഒന്നും ചെയ്യാത്ത ആളുകളെ പോലും ആടിനെ പട്ടിയാക്കിയിട്ട് പട്ടിയെ പേപ്പട്ടിയാക്കി അടിച്ചുകൊല്ലുന്ന പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് മുസ്ലിം നാമധാരികളിൽ ഒരു വിഭാഗം ആളുകൾ ഈ ആയത്തിൻ്റെയും ഇത്തരം ആയത്തുകളുടെയും ഹദീസുകളുടെയും ശരിയായ പശ്ചാത്തലം മനസ്സിലാക്കാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആരെങ്കിലും അക്രമം കാണിക്കുന്നതിന് ഇവിടെയുള്ള ആളുകളെ ദ്രോഹിച്ചും അതുപോലെ വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞും പ്രശ്നം രൂക്ഷമാക്കുന്ന സമീപനവും സ്വീകരിക്കുന്നു. ഈ രണ്ടവസ്ഥകൾ കണ്ടുകൊണ്ട് മൂന്നാമത്തെ വേറൊരു കൂട്ടം ആളുകൾ, അത് നമ്മളെല്ലാവരും അതിൽപ്പെടും, ഇന്നത്തെ സാഹചര്യത്തിൽ ഒന്നും ചെയ്യേണ്ടതില്ല, നമുക്കൊന്നും ചെയ്യാൻ ബാധ്യതയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. ഓർക്കണം, ഇന്ന് ലോകത്ത് ആക്രമിക്കപ്പെടുന്ന മുഴുവൻ സഹോദരന്മാരുടെയും മോചനത്തിന് വേണ്ടി കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കൽ നമ്മളുടെ ബാധ്യതയാണ്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിച്ചുകൂടെ? അവരുടെ മോചനത്തിന് വേണ്ടി കഴിവിൻ്റെ പരമാവധി നമുക്ക് ചിന്തിച്ചുകൂടെ? അതുപോലെ പ്രത്യേകിച്ചും ഇന്ത്യ മഹാരാജ്യം ഒരു വൻ ശക്തിയാണ്. ഇവിടെയുള്ള സഹോദര സമുദായങ്ങളെയും കൂട്ടി ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് നമുക്ക് പരിശ്രമിച്ചുകൂടെ? അതുപോലെ തന്നെയുള്ള നിയമം അനുവദിക്കുന്ന മാർഗങ്ങൾ ഉള്ളിൽ നിന്നുകൊണ്ട് പരിശ്രമിച്ചുകൂടെ? പരിശ്രമിക്കാം. അങ്ങനെ പരിശ്രമിക്കൽ കടമയുമാണ്. മല്ലം യഹ്തമ്മ ബിഅംരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും. സഹോദരങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തവർ അവരിൽ പെട്ടവരല്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ പരിശ്രമിക്കൽ ആവശ്യമാണ്. പരിശ്രമിക്കേണ്ടതുപോലെ പരിശ്രമിക്കൽ. തീർച്ചയായിട്ടും അല്ലാഹു തആല വിജയം നന്മയ്ക്ക് വേണ്ടി വച്ചിരിക്കുന്നു. സാധുക്കൾക്ക് മോചനം തീരുമാനിച്ചിരിക്കുന്നു. നമ്മളുടെ കടമയാണ് കഴിവിൻ്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കണം, ആഗ്രഹിക്കണം. അതുപോലെ തന്നെ നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും നമുക്ക് അക്രമികളുടെ സാധന സാമഗ്രികൾ ബഹിഷ്കരിക്കാൻ സാധിക്കും, നമ്മളത് ബഹിഷ്കരിക്കണം. നമ്മൾ മർദ്ദിതരായ അവരുടെ നിരപരാധിത്വം പ്രഖ്യാപിക്കാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിലൂടെയും മനസ്സിലാക്കി കൊടുക്കണം. നമ്മളുടെ ബാധ്യതയാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകട്ടെ.